സോ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഇംഗ്ലീഷ് ഭാഷ മലയാളികൾക്ക് ഒരു പേടി സ്വപ്നമാണ്. നമുക്ക് എല്ലാവർക്കും എന്ന് പറയില്ല, പക്ഷേ നിങ്ങളിലൊരു ഭൂരിപക്ഷം ആൾക്കാർക്ക് ഒരു പേടി സ്വപ്നമാണ്. അയ്യോ ഇംഗ്ലീഷാണെങ്കിൽ ഞാനില്ല, ഇംഗ്ലീഷ് പറയാൻ ഞാനില്ല. അവൾ ഭയങ്കര ഇംഗ്ലീഷുകാരി, അവൻ്റെ ഒടുക്കത്തെ ഇംഗ്ലീഷ് കാരണം നിവർത്തിയില്ലല്ലോ എന്നുള്ളൊരു മട്ടാണ് പല ആൾക്കാർക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടായെങ്കിൽ ഈ പറയുന്ന സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യും? അവോയ്ഡ് ചെയ്ത് കളയും. ആ സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്രയും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ നിങ്ങൾ അവോയ്ഡ് ചെയ്യുകയാണ്. യെസ് ഓർ നോ? ആ സിറ്റുവേഷൻസ് ഞാനില്ല മീറ്റിംഗ്, ഞാൻ ഇംഗ്ലീഷാണ്, ഞാൻ ഇല്ല എന്ന് പറയുമ്പോൾ ഞാനില്ല, ആ 5 കോടി രൂപ എനിക്ക് വേണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്. ആ ഒരു കമ്പനിയുമായിട്ട് ഡീലിങ്ങിന് ഞാനില്ല, അയാൾ ഇംഗ്ലീഷാണെന്ന് നിങ്ങൾ പറയുമ്പോൾ വേണ്ട, അതിനകത്തുള്ള 20 കോടി എനിക്ക് വേണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്. എന്നിട്ട് നിങ്ങൾ ആലോചിക്കുകയാണ് എന്തുകൊണ്ട് നിങ്ങൾ ദാരിദ്ര്യം മാറുന്നില്ല, എങ്ങോട്ട് ബുദ്ധിമുട്ട് മാറുന്നില്ല, എന്തുകൊണ്ട് ഒരു ബിസിനസ് ഗ്രോ ചെയ്യുന്നില്ല. ഓക്കെ, എല്ലാം ഇംഗ്ലീഷാണെന്ന് ഞാൻ പറയില്ല, എല്ലാം മൈൻഡാണെന്ന് ഞാൻ പറയും. സ്കിൽസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെന്ന് പറയും. ഇംഗ്ലീഷ് ഒരു ആഡ് ഓൺ ആണ്. ഇംഗ്ലീഷ് നിങ്ങൾക്ക്, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശരിയായ വണ്ണം ഈ ക്ലാസ്സിലുള്ള കാര്യങ്ങൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കി അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഇംഗ്ലീഷ് ഒരു ആഡ് ഓൺ ആണ്. ആഡ് ഓൺ എന്ന് പറഞ്ഞൊരു ഫ്യൂവലാണ്. നമുക്ക് കുറച്ചുകൂടെ സ്പീഡിൽ നമ്മുടെ ബിസിനസ് ഗ്രോ ചെയ്യാനും കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനും സാധിക്കും.